ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുൽത്താൻ ഓഫ് അഗർബ. ഞങ്ങൾ ഇന്ന് ചുമ്മാ പിള്ളേർക്ക് എല്ലാവർക്കും ലീവ് ഉള്ളതുകൊണ്ട് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങാൻ വെച്ചു. വേറെ ഒന്നുമല്ല, നമ്മുടെ ജുമേരയിൽ ഹണി റോസ് വരുന്നൊരു കിംബദന്തി കേട്ടു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നൈസായിട്ട് ആ ഒരു വൈബിന് വേണ്ടി ഇറങ്ങി. നേരെ പോകുന്നത് ജുമേരയിലോട്ടാണ്. കുറേ വീഡിയോസൊന്നും എടുക്കാൻ കിട്ടിയില്ല, ടൈം കിട്ടിയില്ല, കാരണം നല്ല വെയിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് ഓരോരുത്തന്മാരെ പിക്ക് ചെയ്യേണ്ടവരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ കട്ടായിപ്പോയി. അങ്ങനെ ഞങ്ങൾ നേരെ ഓൾമോസ്റ്റ് ജുമേര എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ മച്ചാന്മാർ. ഇതല്ലാത്തത് ഞാനാണേ. ഇതാണ് നമ്മുടെ മച്ചാന്മാർ. ആക്ച്വലി എല്ലാവന്മാരും ഉണ്ട്. പിന്നെ വായനോട്ടത്തിൻ്റെ കാര്യത്തിൽ അഗ്രഗണ്യന്മാരായത് കാരണം കൊണ്ടൊരു ടെൻഷൻ കുറവും ഉണ്ടായില്ല. എല്ലാവരും ഒരേ വൈബായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങി. നമ്മൾ ഓൾമോസ്റ്റ് ജുമേര എത്തി. നല്ല ചൂടായിരുന്നു. ഒന്നാമത്തെ കാര്യം, അണ്ടകടാകത്തിൽ നിന്ന് വരെ വെള്ളം വന്നു തുടങ്ങി. അജാതി ചൂടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ബസ്സിലാണ്. ഇവിടെ അത്യാവശ്യം ബസ്സിൽ പോകണതാണ് കുറച്ചും കൂടി വൈബ്. ഞങ്ങൾ ബസ്സിൽ പോയി അവിടെ നിന്ന് ഇറങ്ങി ടാക്സി പിടിച്ചാണ് ഞങ്ങൾ ജുമേരെ പോയത്. ഓൾമോസ്റ്റ് ഞങ്ങൾ ബീച്ചിലൊന്നും കയറാൻ പറ്റില്ല, കാരണം റംസാൻ്റെ തിരക്കായ കാരണം കൊണ്ട് ഒരു സ്ഥലത്തും കയറാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നമ്മൾ നേരെ ഹണി റോസിനെ കാണാനുള്ള വൈബിൽ തിരുത്തത്തിൽ നേരെ വിട്ടു. പിന്നെ ചൂട് ഒരു രക്ഷയില്ലാത്ത കാരണം കൊണ്ട് എല്ലാം കൂടി ഇതിങ്ങനെ ഈ ഒരു വൈബായിരുന്നു. അടച്ചുണങ്ങിയ കഷണ്ടി പോലെയായി. പിന്നെ ഇവിടെയുള്ള ചെറിയ കാഴ്ച എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ചെറിയ ചെറിയ വായനോട്ടങ്ങൾ പോയി. പിന്നെ നമ്മൾ ആ ഒരു ചൂടിൻ്റെ വൈബിൽ നമ്മൾ ഓരോ തണുത്ത നാരങ്ങളും കച്ചലോ ഓരോ ബീർ അടിക്കാൻ വേണ്ടി നൈസായിട്ട് കയറി. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നല്ല സ്വീറ്റ് ബീർ കിട്ടും. അതാണ് ജുമേരൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അതുപോലെ തന്നെ ടൗസറും കയറും. ഒടുക്കത്തെ റേറ്റാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഓഫറുകളാണ്. ഓരോരോ പാക്കേജ് ഓരോ ഓഫറുകളാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഞങ്ങളോരോ ബീർ പോയി കഴിച്ചു. എന്നിട്ട് നൈസായിട്ട് കഴിക്കാത്തവരും ഉണ്ടായില്ല. അപ്പോൾ അവന്മാരെ വെറുതെ ടച്ചിങ് സ്ക്രീനുകളാണ്. അപ്പോൾ അവന്മാരെ കൊണ്ടുപോയി ഞങ്ങൾ കഴിക്കണ 2-3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ ബീർ കഴിച്ച് ഒരു വൈബായിട്ട് നേരത്തെ ഇരിക്കാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഹണിച്ചേച്ചി വന്ന് പോയിട്ടുണ്ട്. ഹണിച്ചേച്ചി വരാനുള്ള സ്ഥലം ജുമേര 1-ല്ല, ജുമേര 2-ലായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഓരോ ടക്കിയിലേക്ക് കൂടി പറഞ്ഞു ഓരോ ടക്കിയിലെ ഷോട്ടും കൂടി പറഞ്ഞ് നൈസായിട്ട് ചില്ലപ്പായി വൈബായിട്ട് ഞങ്ങൾ ഇറങ്ങാനുള്ള പ്ലാനിൽ ഇങ്ങനെ നിന്നു. അപ്പോഴേക്കും ഓരോരുത്തന്മാർക്ക് ടച്ചിങ് സീനുകൾക്ക് വിശന്ന് തുടങ്ങി. പിന്നെ ഞങ്ങൾക്കും നൈസായിട്ട് വിശന്ന് തുടങ്ങി. അപ്പോൾ മന്തി കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് ജുമേര ഇൻസൈഡ് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്കാണ് പോയത്. അവിടെ പോയിട്ട് അവിടുത്തെ സ്പെഷ്യൽ നമ്മുടെ മന്തി ഓർഡർ ചെയ്തു. പിന്നെ എല്ലാവരും മുഖത്ത് ചിരി. മന്തി ഓർഡർ ചെയ്ത് കഴിഞ്ഞ് വരാൻ മുമ്പുള്ള ഒരു ആഹ്ലാദ പ്രകടനമാണ്. കുഴപ്പമുണ്ടായില്ല. നമുക്ക് ആദ്യം തന്നെ ഒരു സാധാരണ നാട്ടിലെ പോലെയൊക്കെ തന്നെ സൂപ്പ് കൊണ്ടുവരും. വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. ഒരു വിശപ്പുള്ളതുകൊണ്ട് അങ്ങോട്ട് കുടിച്ചു എന്ന് മാത്രം. അതിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ മച്ചാന്മാർ, അമീർ ബായ്, റഷീദ് ബായ്. പിന്നെ ഇതാണ് നമ്മുടെ കൂട്ടത്തിൽ വീരപ്പൻ, നമ്മുടെ മെയിൻ തല, സ്വന്തം ഷാനിഫ് ബായ്. അപ്പോൾ ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീട്ടിൽ പിന്നെയും കാണാം. ടൈമില്ലാത്തതുകൊണ്ടാണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.